കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ സുരേഷുണ്ട്, നമ്മളുടെ UDF-ന്റെ ജില്ലാ കൺവീനർ പ്രിയപ്പെട്ട ശ്രീ ഫിൽസൺ മാത്യൂസ് ഉണ്ട്, ബാക്കി UDF-ന്റെ നേതാക്കന്മാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ നമ്മളുടെ ബിൻസി ഉണ്ട്, മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് അസീസ് ഉണ്ട്, ഫൈസൽ ബാബു ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്കിത് അറിയണം, ഇതെന്താ ഇവർ ചെയ്യാൻ പോകുന്നത്. അതല്ലാതെ എല്ലാവരുടെയും കണ്ണ് കെട്ടിവിട്ട് ഈ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി ദുസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇവർ ഈ പറയുന്ന കാര്യമാണെങ്കിൽ ഇതിനെക്കുറിച്ച് അവർക്കൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നതിന് എന്താ തടസ്സം? ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ എന്ത് തടസ്സമാണുള്ളത്? വേണം, അതല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ജുഡീഷ്യൽ അന്വേഷണം വേണം. ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി ഒരാളിന്റെ മരണം, 3 ആളുകളുടെ പരിക്ക്, ഒരു മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്, ബാക്കിയുള്ളതിന്റെ സ്ഥിതി മോശമാണ്. ഇനിയും ഇതിനേക്കാൾ മോശമായ സ്ഥലം നമ്മൾ ഇവിടെ നിന്ന് കാണാനും പോവുകയാണ്. ഇതിനെക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം നടന്നേ മതിയാകും. MP അതല്ലേ നമ്മൾ പറയുന്നത്. ഇതിനൊന്നും ഈ കെട്ടിടത്തിനൊന്നും ഒരു ഫിറ്റ്നസും ഇല്ല. അതോടൊപ്പം ദിവസമാണ് ഈ അപകടം ഉണ്ടായത്. അപ്പോൾ മന്ത്രിമാർ വേഗത്തിലെത്തി, പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിന് പ്രധാന മേൽനോട്ടം വഹിക്കുന്ന കലക്ടർ അടക്കം വളരെ വൈകിയാണ് അവിടെ പരിപാടിയിൽ നിന്നുകൊണ്ട്. അപ്പോൾ അത്തരമൊരു കാലതാമസം ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ കാലതാമസം ഉണ്ടെന്ന് മാത്രമല്ല, 2 മണിക്കൂർ തെരച്ചിൽ വൈകിയത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വ്യാജപ്രചരണം വൈകിയതാണ് ഈ മരണം ആണ്. ആ തെരച്ചിൽ വൈകിയതാണ് അതിന്റെ അവസാനം ഒരു സാധു സ്ത്രീ മരിക്കാനിടയായത്. 2 മണിക്കൂറാണ് വൈകിച്ചത്. എന്ത് കാരണത്താല വിശദീകരിക്കണം. ഈ 2 മണിക്കൂർ എന്തുകൊണ്ട് വൈകിച്ചു എന്നുള്ളത് ജനങ്ങളോട് പറയണ്ടേ? ഞങ്ങൾക്ക് അറിയണ്ടേ? ഞങ്ങൾ ഇവിടുത്തുള്ള ജനപ്രതിനിധികളല്ലേ, എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയല്ലേ. ഈ കെട്ടിടത്തിന്റെ ഒരു രൂപകൽപ്പന 4 വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. JCB അടക്കമുള്ള എത്തിക്കുന്നതിന് ഒരു പ്രായോഗിക പ്രതിസന്ധിയാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. അതാണ് ഈ കാലതാമസത്തിന് കാരണമെന്ന്. അത് നിസ്സാര കാരണമാണോ? അത് നിസ്സാര കാര്യമല്ലെന്ന് മാത്രമല്ല, ഇവിടെ ബിൽഡിംഗ് റൂൾസിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. 7 മീറ്റർ വീതിയിലുള്ള റോഡ് ഇതിന് ചുറ്റുവട്ടത്തിലുണ്ടാകണം. 7 മീറ്റർ. അത് ബിൽഡിംഗ് റൂൾസിനകത്തെ പ്രത്യേകമായ ഭാഗമാണ്. ഈ ആശുപത്രിക്കകത്തൊരു അത്യാഹിതം ഉണ്ടായാൽ, അവരെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം. അത് ബിൽഡിംഗ് റൂൾസിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഇതിന്റെ ചുറ്റുവട്ടത്തിൽ 7 മീറ്റർ വീതിയിലുള്ള റോഡ് ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഗവൺമെന്റിന്റെ അനാസ്ഥ കൊണ്ടും ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം ചെയ്യാത്തത് കൊണ്ടും ഉണ്ടായി ഈ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് യുക്തമായ കോമ്പൻസേഷൻ കൊടുക്കണം. ആ കോമ്പൻസേഷൻ കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായി അത് വാങ്ങാനുള്ള നടപടിയിലേക്ക് ഇവിടെ നീങ്ങും. ആ കോമ്പൻസേഷൻ കൊടുത്തേ മതിയാവും.